റെറ്റിനോൾ എന്ന് പറയുന്ന സാധനം ഞാൻ എപ്പോഴും പറയുന്നതാണ് ആൻറ്റി ഏജിങ്ങിന് ഇതിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ല സാധനമാണ്. അതായത് ഫേസിൽ വരുന്ന ഫൈൻ ലൈൻസ് റിങ്കിൾസിന് ഇൻറ്റൻസിറ്റി കുറയ്ക്കാനായിട്ട്, ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട്, ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ട്, നമ്മളെ ഫേസിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ ഫേഡ് ഔട്ട് ചെയ്യാനായിട്ട്, സെല്ലിൻ്റെ ടേൺ ഓവർ റേറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട കാര്യമാണ്. ഒന്ന് 23 ഏജിന് എബോ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. മാത്രമല്ല ചിലപ്പോൾ എല്ലാവർക്കും റെറ്റിനോൾ സ്കിന്നിന് പറ്റണം എന്നുമില്ല. നോർമലി ചില ആൾക്കാർക്ക് ഇപ്പോൾ 23 വയസ്സ് കഴിഞ്ഞാൽ പോലും റെറ്റിനോൾ സ്കിന്നിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്തത് ഏറ്റവും ലോവസ്റ്റ് ഫോം റെറ്റിനോളിൽ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോലും, അതും നൈറ്റിൽ. പിന്നെ പ്രഗ്നൻസി ലാക്ടേഷൻ പീരീഡുകളിൽ നമുക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഒരുപാട് പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം നമ്മൾ റെറ്റിനോൾ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അതല്ലാണ്ട് ഇതെല്ലാം മാറ്റാനായിട്ട് ഈ ഒരു സാധനം ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ നിൽക്കരുത്. ഇത് യൂസ് ചെയ്തതിന് ശേഷം സൺസ്ക്രീൻസ്, അതുപോലെ തന്നെ നമ്മുടെ മോയ്സ്ചറൈസർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക, സ്കിൻ ബാരിയർ, പിന്നെ അതിനുശേഷം നന്നായിട്ട് കീപ്പപ്പ് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇതിന് ശേഷവും ഇതിന് മുന്നേയും ചെയ്യുന്നത് കൊണ്ട് തന്നെ റെറ്റിനോൾ എന്ന് പറയുന്നൊരു സാധനം സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വേണം ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും ഡോട്ട് ഓൺ കൺബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. ടാറ്റ.